ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതുപോലെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിതൊരു 3/4 വേവ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം ഒരുപാട് അങ്ങ് കൂടിപ്പോകാനും പാടില്ല കേട്ടോ. പൊട്ടറ്റോ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് പൊട്ടറ്റോ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ അല്പം കൂടി വെള്ളമുണ്ട്. മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഇങ്ങനെ കുക്ക് ചെയ്യാതെ ഡയറക്റ്റ് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വലിയ പീസുകളാക്കാതെ അല്പം കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് കുക്കായിട്ടുണ്ടോ എന്ന്. ഇതുപോലൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ പൊട്ടറ്റോ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതിയാകും കേട്ടോ. വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്തതാണ്. 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എളുപ്പത്തിലൊന്ന് വഴറ്റി കൊടുക്കാം, കാരണം അടിയിൽ കിടക്കുന്ന വെളുത്തുള്ളി കരിയാനുള്ള സാധ്യതയുണ്ട്. വളരെ കുറച്ച് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാകണ്ട. പൊട്ടറ്റോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് സവാള വഴറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റായിട്ട് കിട്ടും. വളരെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. സവാള ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും കേട്ടോ. ഇവിടെ സവാള പരുവത്തിന് കുക്കായിട്ടുണ്ട്, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെഴുക്കുവരട്ടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രഷ്ഡ് ചില്ലിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയൊക്കെ സവാളയിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്രഷ്ഡ് ചില്ലി ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് മസാലയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പൊട്ടാറ്റോയുടെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് യോജിച്ച് വരണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും പൊട്ടറ്റോയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. സമയം മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കണം. ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയുടെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റ് ഫ്ലെയിം കൂട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒട്ടും കുഴഞ്ഞു പോകാതെ അല്പം ഡ്രൈ ആയിട്ടുള്ള പരുവത്തിലാണ് മെഴുക്കുവരട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തണുത്തതിന് ശേഷമുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ചിലർക്കാണെങ്കിലും മെഴുക്കുവരട്ടി അല്പം കുഴഞ്ഞ പരുവത്തിലിരിക്കണം. അങ്ങനെ വേണ്ടവർക്ക് ആ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ മെഴുക്കുവരട്ടി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.